ജെയിംസ് അല്ലേ? അതെ, എനിക്ക് മനസ്സിലായില്ല, സോറി. ഡോക്ടർ, ഞാൻ സാജൻ, ഇതെന്റെ ഭാര്യയും കുട്ടികളുമാണ്. ഞാനൊരു തവണ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു. ഓ യെസ്, ഇപ്പൊ ഓർമ്മ വന്നു. താങ്കൾക്ക് പ്രമേഹ രോഗത്തിന്റെ ഒരു ഫീച്ചറിന് വേണ്ടിയല്ലേ ഇപ്പോൾ ഇവിടെ? അതെ ഡോക്ടർ, ഞങ്ങളൊരു ഫാമിലി ടൂർ വന്നതാണ്. എനിക്കന്ന് ചില സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. താങ്കൾക്ക് വിരോധമില്ലെങ്കിൽ. കമോൺ സാജൻ, ചോദിച്ചോളൂ. ഡോക്ടർ, ഈ പ്രമേഹ ചികിത്സ നടത്തുന്നവരിൽ മറ്റു രോഗങ്ങളുണ്ടാവും? അതെ, പ്രമേഹ രോഗിയുടെ പ്രതിരോധ ശക്തി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താൽ കുറവാണ്. അതുകൊണ്ട് പലതരം അണുബാധിത രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. BP, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങൾ കാരണം പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. BP, കൊളസ്ട്രോൾ ഇതൊക്കെ സാധാരണയായി പ്രമേഹ രോഗം വന്നവരിൽ കൂടുതൽ കാണുന്നവയാണ്. ചുരുക്കത്തിൽ BPയും കൊളസ്ട്രോളും പ്രമേഹം ഉണ്ടാക്കില്ല. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ ഡോക്ടർ? ഹൃദ്രോഗത്തിന്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശരിയായി ചികിത്സിക്കാത്ത പ്രമേഹവും അതുമൂലം നിയന്ത്രണമില്ലാത്ത രക്തത്തിലെ കൊഴുപ്പുകളുടെ ഘടനകളുമാണ്. പ്രമേഹം മൂലം രക്തധമനികളിൽ വരുന്ന അതിറോസ്ക്ലിറോസിസ് എന്ന അസുഖം വളരെ ചെറുപ്പത്തിൽ ഉണ്ടാകുന്നു. ഇതുമൂലം രക്തധമനികൾ അടഞ്ഞ് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, പ്രമേഹം കൊണ്ടുവരാവുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പ്രമേഹം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു രോഗമായതിനാൽ മാനസിക അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ്, വിശപ്പ് കുറവ്, മലശോധന കുറവ് മുതലായവ അനുഭവപ്പെടും. അതുപോലെ കാഴ്ച നഷ്ടപ്പെടുന്ന തിമിരം എന്ന രോഗം പ്രമേഹ രോഗികളിൽ കൂടുതലായി കാണുന്നു. അതുപോലെ തിമിരം പ്രമേഹ രോഗികളിൽ നേരത്തെ വരാനും സാധ്യതയുണ്ട്. അതിനാൽ ചുരുങ്ങിയത് വർഷത്തിലൊരിക്കൽ കണ്ണു പരിശോധന നടത്തേണ്ടതാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി. പ്രമേഹമുള്ള വ്യക്തിക്ക് രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ളതും ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തതുമായ പ്രമേഹ രോഗിക്ക് രക്തദാനം ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പ്രമേഹ രോഗികൾക്ക് വേറെ അണുബാധിത രോഗങ്ങൾ പാടില്ല. അതുപോലെ രക്തക്കുറവും പാടില്ല.